ഹലോ ഗായ്സ്, നമ്മളിന്ന് വഴുതനങ്ങ കൊണ്ട് കിടിലൻ സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം നമുക്ക്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഒരു ലേശം കായപ്പൊടി. പിന്നെ നമുക്ക് 4 ബ്രെഡാണ് ഇതിലേക്ക് ആവശ്യം. പിന്നെ ഇതിലേക്ക് ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് കോൺഫ്ലവറും 1 കപ്പ് മൈദയാണ് വേണ്ടത്. പിന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വഴുതനങ്ങയും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. ആദ്യം നമുക്ക് വഴുതന തൊലി കളയാം. വഴുതന തൊലി കളഞ്ഞു കഴിഞ്ഞാൽ നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം. എത്രത്തോളം നമുക്ക് ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കണം. അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ വഴുതനങ്ങ ഇടാം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വഴുതന ഇടുന്നത് ഇതിലൊരു കറ ഉണ്ടാവും. അപ്പോൾ ആ കറ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴുതന വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടേക്കണത്, അരിഞ്ഞതൊക്കെ. അങ്ങനെ നമ്മൾ അരിഞ്ഞ എല്ലാ വഴുതനങ്ങയും വെള്ളത്തിൽ ഇട്ടേക്കാം. എത്രക്ക് കനം കുറച്ച് അരിയാൻ പറ്റുമോ അത്രക്ക് നമ്മൾ കനം കുറച്ച് അരിയണം. എന്നാലാണ് ഇതിലേക്ക് വറക്കുമ്പോൾ ആ മൊരി വെക്കാവുക. അടുത്തത് നമുക്ക് ബാറ്ററി ഉണ്ടാക്കാം. നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്യാം. അതുപോലെ 1 കപ്പ് കോൺഫ്ലവറും ആഡ് ചെയ്യാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, ഒരു ലേശം കായപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വഴുതനങ്ങ വെള്ളത്തിൽ നിന്ന് എടുക്കാം. കണ്ടോ ഗൈസ്, ഇതിൽ വഴുതനങ്ങയുടെ കറയാണ് കാണുന്നത്. അതിനുശേഷം ഒരു ജാറിലേക്ക് ബ്രെഡ് കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുത്ത് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും ഞാനും അമ്മയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുട്ടാ. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും.
നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിയിലേക്ക് എല്ലാ വഴുതനങ്ങയും മുക്കി വെക്കാം. പൊടിച്ചു വെച്ച ബ്രെഡിലേക്ക് മാവിൽ മുക്കി വെച്ച ഓരോ വഴുതനയും ഈ ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഓരോ വഴുതനയും എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് ചൂടായി വന്ന എണ്ണയിലേക്ക് ഓരോ വഴുതനങ്ങ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ എല്ലാ വഴുതനങ്ങയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. പിന്നെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.